ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇത് 2022 അവസാനിക്കാറായി 23 സ്റ്റാർട്ട് ചെയ്യാണ്. 2023ലേക്ക് കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും അല്ലേ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്തിലൊക്കെയാണ്, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, അടുത്ത വർഷം ഞാൻ ഏത് രീതിയിലാണ് എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചു വെക്കും. പക്ഷേ അതിനെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു വിഷൻ ബോർഡാക്കിയിട്ട് നമ്മൾ പലരും അതിലേക്ക് ശ്രദ്ധിക്കാറില്ല അല്ലേ. ഒരു വിഷൻ ബോർഡാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലോ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ആക്കിയിട്ടൊക്കെ നമ്മുടെ റൂമിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ എപ്പോഴും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇന്നതൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷൻ ബോർഡാണ് എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇത് ഒരു എന്താ പറയുക, ഡിജിറ്റൽ വിഷൻ ബോർഡാണ്. അതായത് നമുക്കിപ്പോൾ ലാപ്പിൻ്റെ വാൾപേപ്പറായിട്ടോ അല്ലെങ്കിൽ ഫോണിൻ്റെ വാൾപേപ്പറായിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ തന്നെ ഫ്രെയിം രീതിയിലുള്ളതും പിന്നെ തന്നെ ഒരു ബോർഡാക്കിയിട്ട് അത്യാവശ്യം വലിയ സൈസിൽ നമ്മുടെ വാളിലൊക്കെ വെക്കുന്ന രീതിയിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ വിഷൻ ബോർഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നത്തെയും പോലെ ക്യാൻവ ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ളതുപോലെ തന്നെ ഈ വിഷൻ ബോർഡിനും ഒരുപാട് ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാൻവ ആപ്പിലുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ സെർച്ച് ബാറിൽ വിഷൻ ബോർഡ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. വിഷൻ ബോർഡ്. അപ്പോൾ വിഷൻ ബോർഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് 217ഓളം ടെംപ്ലേറ്റ്സ് നമുക്ക് ക്യാൻവയിൽ തന്നെയുണ്ട്. കണ്ടോ, താഴേക്ക് വരുമ്പോൾ ഒരുപാടെണ്ണുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിലുള്ള ഫോട്ടോസിന് പകരം നമുക്ക് എന്താണോ വേണ്ടത് അത് ബേസ് ചെയ്തിട്ടുള്ള ഫോട്ടോ വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ അച്ചീവ് ചെയ്യേണ്ടത് അത് എഴുതി വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഈ വിഷൻ ബോർഡിൽ തന്നെ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുണ്ട്. അല്ലാതെ നമുക്ക് ജസ്റ്റ് പോയിൻ്റ് ആക്കിയിട്ട് കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുന്ന നോട്ട്സ് ആക്കിയിട്ടുള്ള അങ്ങനെയുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ, ഇതൊരു വിഷൻ ബോർഡാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇയർ കൊടുത്തിട്ട് നമ്മുടെ വെൽത്ത് ഗോൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് പോയിൻ്റ് ആക്കാം. ഹെൽത്ത് ഗോൾസ്, ലവ്, ഫാമിലി, കരിയർ, സ്പിരിച്വാലിറ്റി, നോളജ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇനിയിപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്കിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ ഇവർ കൊടുത്ത അതേ ഗോൾസ് ആയിരിക്കും എന്നൊന്നുമില്ലല്ലോ. നമുക്ക് എന്താണോ എഴുതേണ്ടത്, അതായത് നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഹെഡിങ്സും കാര്യങ്ങളും കൊടുത്തിട്ട് പോയിൻ്റ് ആക്കിയിട്ട് നമുക്ക് എഴുതിയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിൻ്റെയോ ലാപ്പിൻ്റെയോ ഒക്കെ വാൾപേപ്പറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനും ഒരുപാട് മോഡൽസ് ഉണ്ട്. കണ്ടോ, ഒരുപാട് മോഡൽ ഓഫ് വിഷൻ ബോർഡ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടേതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നമുക്കിഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിന്ന് ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന വിഷൻ ബോർഡ്. ഓക്കെ, അതിൻ്റെ ഒരു മോഡൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഫോട്ടോക്ക് പകരം നമുക്ക് എന്താണോ വേണ്ടത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക, അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി, സെലക്ട് ആവും. എന്നിട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്ലസിൻ്റെ ഇപ്പുറത്ത് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ കൊടുത്താൽ അത് നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ ഗാലറിയിൽ നിന്നും നമ്മൾ കുറച്ച് ഇപ്പോൾ ക്രോമെന്നോ അല്ലെങ്കിൽ പിൻട്രസ്റ്റെന്നോ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്, ബിലീഫാണ് അല്ലേ. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം, എനിക്കത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാനത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബിലീവ് എന്നുള്ളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അടുത്ത എന്താ നമുക്ക് കൊടുക്കാം. എല്ലാത്തിനും ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, എല്ലാ കാര്യങ്ങളും വേണം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം അല്ലേ. ബട്ട് ഫസ്റ്റ് പ്രേ. ഓക്കെ, അങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, അടുത്ത വർഷം എനിക്കിതുപോലൊരു ക്യാമറ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ചാനലൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത്, അതായത് നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റിയൊക്കെ കൂടി. അപ്പോൾ അങ്ങനെ ഒരു ക്യാമറയുടെ ഫോട്ടോ ഞാനവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് എനിക്ക് വേണ്ടത്
എനിക്ക് കൂടുതലായിട്ടും എൻ്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഒരു ഇതിൻ്റെ സൈസ് നമുക്കനുസരിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു സംഭവം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതെന്താണെന്നറിയോ, നെക്സ്റ്റ് ഇയർ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, പിന്നെ അടുത്ത ഫോട്ടോ എന്താ ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള കോഡ്സ് കൊടുക്കാം. ഓക്കെ, ബി ദ എനർജി യു വോണ്ട് ടു അട്രാക്റ്റ്. ഓക്കെ, ബി ദ എനർജി യു വോണ്ട് ടു അട്രാക്റ്റ്, അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്താണ്, കുറച്ച് ഹെൽത്തി ഫുഡ് അല്ലേ, ഹെൽത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഫോണ്ടൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹെൽത്തി ഫുഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി ഹെൽത്ത് ഉണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റഡീസ് കൊടുക്കാം. ഇവിടെയൊക്കെ 2023 വിഷൻ ബോർഡ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഉണ്ട്, അതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ആ സ്ഥാനത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. പിന്നെ സെൽഫ് കെയർ അത് നമുക്ക് എന്തായാലും വേണ്ടതാണ്. റുട്ടീനും ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇനി അതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ട കുറച്ച് സംഭവങ്ങൾ, അതായത് ഗാലറിയിൽ ഞാൻ കുറച്ച് വേർഡ്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ക്രിയേറ്റീവ്, എൻജോയ്, ഫോക്കസ്, പേഷ്യൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ട്രസ്റ്റ് ദ പ്രോസസ്സ്. നമ്മൾ ചെയ്യുന്നതിലൊരു വിശ്വാസം വേണം. ഓക്കെ, എന്നാലേ അത് സക്സസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രസ്റ്റ് ദ പ്രോസസ്സ്. അപ്പോൾ അതങ്ങനെ വെക്കുമ്പോൾ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് രണ്ടും മിസ്മാച്ച് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടാണ് ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേഷ്യൻസ്, ഗേൾ ബോസ്, ഫിനാൻഷ്യൽ ഫ്രീഡം, സെൽഫ് കെയർ, ഫോക്കസ്, എൻജോയ്, ക്രിയേറ്റീവ്. ചിലതൊക്കെ ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഫോണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഞാനൊരു പ്ലേ ബട്ടൻ്റെ പിക്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിൽ ഒരു 100K ഒക്കെ ഹിറ്റ് ചെയ്തിട്ട് പ്ലേ ബട്ടൺ കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട്, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, വിഷൻ ബോർഡ്, ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് അതിൻ്റെ കളറൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കതിൻ്റെ കളേഴ്സൊക്കെ മാറ്റിക്കൊടുക്കാം, കുറച്ച് അട്രാക്റ്റീവ് ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഓക്കെ, അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഫ്രെയിമൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചുമരിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ ഫോണിൻ്റെയൊക്കെ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അടുത്ത ഒരു 2023 വർഷത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ഗോൾസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ തന്നെ നല്ല എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് എല്ലാം ഒരു ചിട്ടയോട് കൂടി നമുക്ക് ആദ്യമേ തുടങ്ങാം. എല്ലാവർക്കും എന്താ പറയുക, അവരുടെ ഗോൾസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മുടെ ഡിജിറ്റൽ അല്ലാതെ നമ്മൾ കൈ കൊണ്ട്, അതായത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ക്രിയേറ്റീവായിട്ട് നമ്മളെങ്ങനെ വിഷൻ ബോർഡ് ഉണ്ടാക്കും എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം വൈകാതെ തന്നെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.